നമസ്കാരം. ഇന്ത്യൻ സിനിമയിൽ ഇതിഹാസം സൃഷ്ടിച്ച സംവിധായകനാണ് എസ് രാജമൗലി. RRR, ബാഹുബലി തുടങ്ങിയ വലിയ സിനിമകളുടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സംവിധായകൻ. അതേസമയം പ്രഭാസിന്റെ കൽക്കി 2898 ഏഴിൽ രാജമൗലി ഒരു അതിഥിവേഷം ചെയ്യും. മുമ്പ് ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിൽ രാജമൗലി ഒരു അതിഥിവേഷത്തിൽ എത്തിയിരുന്നു. മാത്രമല്ല അദ്ദേഹം കുറച്ച് പരസ്യങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് രാജമൗലിയുടെ സിനിമ നിരസിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കുമെന്നും പലരും തിരിച്ചറിഞ്ഞത് ബാഹുബലി ചിത്രങ്ങൾക്ക് ശേഷമായിരിക്കും. എന്നാൽ സ്റ്റുഡന്റ് നമ്പർ 1 എന്ന ആദ്യ സിനിമ മുതൽ തന്നിലെ സംവിധായകന്റെ ഗ്രാഫ് വ്യക്തമാക്കിയതാണ് അദ്ദേഹം. ഛത്രപതിയും മഗധീരയുമൊക്കെ മൊഴി മാറ്റി എത്തിയപ്പോൾ ഇങ്ങ് കേരളക്കരയിലും വൻ ഹിറ്റാണ്. എല്ലാം കോടികൾ വാരിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളാണ്. അക്കൂട്ടത്തിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് 2010 പുറത്തിറങ്ങിയ മര്യാദ രാമണ്ണ. 2015 ദിലീപിനെയും നിക്കി ഗൽറാണിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുരേഷ് ദിവാകർ സംവിധാനം ചെയ്ത ഇവൻ മര്യാദ രാമൻ എന്ന ചിത്രത്തിന്റെ ഒറിജിനൽ. മലയാളത്തിൽ മാത്രമാണ് ആ സിനിമ പരാജയപ്പെട്ടു പോയത്. തെലുങ്കിൽ 2010 വേൾഡ് വൈഡ് ആയി 40 കോടി നേടിയ ചിത്രം പിന്നീട് ബംഗാൾ, കന്നഡ, ഹിന്ദി, തമിഴ് ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു. എല്ലാം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്. സുനിൽ വർമ്മയാണ് രാജമൗലി സംവിധാനം ചെയ്ത മര്യാദ രാമണ്ണ എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചത്. കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സുനിൽ ഇന്ന് വില്ലൻ വേഷങ്ങളിലും സജീവമാണ്. പക്ഷേ അന്ന് എസ് രാജമൗലിയുടെ മര്യാദ രാമണ്ണയിൽ നായകനായി അഭിനയിക്കുക എന്നത് ഒരു ഡ്രീം കം ട്രൂ തന്നെയായിരുന്നു. എന്നാൽ ഒരു ഹാസ്യ നടനൊപ്പം അഭിനയിക്കാൻ മുൻനിര നായകന്മാരിൽ ചിലർ മടിച്ചു. തൃശയെ ഈ റോളിന് വേണ്ടി പരിഗണിച്ചു എന്നാണ് 14 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അന്ന് താൻ അഭിനയിക്കുന്ന സിനിമകളിൽ നായകന്റെ കൂടെ വരുന്ന കോമാളി റോളുകൾ ചെയ്യുന്ന നടനൊപ്പം നായികയായി അഭിനയിക്കാൻ തൃശ തയ്യാറായില്ലത്രേ. ഡേറ്റിന്റെ ക്ലാഷ് പറഞ്ഞ് തൃശ പിന്മാറിയ സാഹചര്യത്തിലാണ് സലോണി അശ്വിനി നായികയായി എത്തിയത്. സലോണിയുടെ കരിയറിലെയും ഒരു ബ്രേക്ക് ആയിരുന്നു ഈ സിനിമ. പിന്നീട് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായതോടെ സിനിമ ഉപേക്ഷിച്ചതിൽ തൃശയ്ക്ക് നിരാശയുള്ളതായി പറയപ്പെടുന്നു. അതേസമയം പിന്നീട് ഒരു രാജമൗലി ചിത്രത്തിലേക്കും തൃശ കൃഷ്ണയ്ക്ക് അവസരം വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇൻഡസ്ട്രിയിൽ ഒരു ബ്രാൻഡായി വളർന്നു പന്തലിച്ചു നിൽക്കുന്ന എസ് രാജമൗലി ഏറ്റവും ഒടുവിൽ ഒരുക്കിയ RRR എന്ന ചിത്രം ഓസ്കാർ പുരസ്കാരം വരെ നേടി നിൽക്കുകയാണ്. അന്ന് സുനിലിനെ നായകനാക്കിയാൽ സിനിമ പരാജയപ്പെടുമെന്ന് പലരും രാജമൗലിയെ താക്കീത് ചെയ്തിരുന്നു അത്രേ. അതെല്ലാം അവഗണിച്ച് എസ് രാജമൗലി തന്റെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. രാജമൗലിയുടെ തീരുമാനം തെറ്റിയില്ല. സുനിൽ വർമ്മ നായകനായി എത്തിയ മര്യാദ രാമണ്ണ വൻ ഹിറ്റായി. ഇന്ന് രജനീകാന്തിന്റെ വില്ലനായി ജയിലർ എന്ന സിനിമ വരെ വന്നു നിൽക്കുന്നു സുനിലിന്റെ വളർച്ച. ഇനി രാജമൗലിയുടേതായി കാത്തിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യക്ക് വേണ്ടിയാണ്. RRRന്റെ ആഗോള വിജയത്തിന് ശേഷം മറ്റൊരു മാസ്റ്റർ പീസുമായി എസ് രാജമൗലി എത്തുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ ജീവിതമാണ് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രം കൊണ്ടുവരുമ്പോൾ സംവിധായകനായല്ല നിർമ്മാതാവിന്റെ കുപ്പായം അണിയുകയാണ് എസ് രാജമൗലി. ദേശീയ പുരസ്കാര ജേതാവിൻ നിതിൻ ഖാക്കർ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രാജമൗലിയുടെ മകൻ എസ് കാർത്തികേയും വരുൺ ഗുപ്തയും ചേർന്നാണ് ബയോപിക് നിർമ്മിക്കുന്നത്.